ലോകത്ത് ആദ്യമായിട്ട് മതം നിരോധിച്ച രാജ്യമാണ്. ഈ രാജ്യത്തിനൊരു മതമില്ല. നഗരഹൃദയത്തിലെ ചതുരത്തിൽ കൂടെ കിടക്കുന്നത്. അൽബേനിയയിലുള്ള പേരിനർത്ഥം കഴുകൻ്റെ നാടെന്നാണ്. 2009 ആപ്ലിക്കേഷൻ കൊടുത്താണ് യൂറോപ്യൻ യൂണിയനിൽ അംഗമാകാൻ. അംഗത്വം കിട്ടിയിട്ടുമില്ല. മദർ തെരേസയുടെ ജന്മനാടാണ്. നാന തെരേസ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് തിരാന എയർപോർട്ടിൻ്റെ പേര്. സിറ്റിയോട് അടുത്തപ്പോൾ ട്രാഫിക് ഉണ്ടോ? അവിടെ പോലീസ് ട്രാഫിക് പോലീസ് ഇതാക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, കുറേ നേരം ഹോണടിയൊക്കെ കേട്ടോ. ഹോങ്കിങ് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഹോൺ അടിക്കും തോറും അയാൾ ഇങ്ങോട്ട് നോക്കുന്നതേ ഇല്ല. ഇവിടുത്തെ ട്രാഫിക്കുകൾ കണ്ടോ? ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പോൾ തിരാന സിറ്റി എത്തി. നിങ്ങളൊരു 1.5 മണിക്കൂറായിട്ട് ഇപ്പോൾ സിറ്റി. അത് മുമ്പേ ഒരു ബ്ലോക്ക് കാണിച്ചില്ലേ, അതിൻ്റെ ബാക്കിയാണ് ഗൈസ്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് എത്താറായി. പക്ഷേ ഒടുക്കത്തെ ബ്ലോക്ക് തോന്നിയിടത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ വീതിയില്ലാത്ത റോഡ്. ആംബുലൻസ് കൊണ്ട് ഒരുത്തം കൊണ്ട് ഹസാർഡ് ഇട്ടേക്കുന്നുണ്ട്. അവർ റിവേഴ്സ് എടുക്കാനാണ്. ആരും സൈഡ് കൊടുക്കൂല, കുത്തിക്കയറ്റിക്കൊണ്ട് പോകണം. തിരിച്ചു വന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇല്ല, ഇത്രയും കിലോമീറ്റർ മണിക്കൂറുകൾ ഓടാൻ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഇതാണ് പറ്റിയത്. ഇവിടെ സിറ്റിയിലോട്ട് യാത്ര ചെയ്തെത്താൻ ഭയങ്കര പാടാണ്. സിറ്റിയിലെ ഡ്രൈവിങ് പ്രശ്നമില്ല. നാട്ടിൽ ഓടിക്കുന്ന പോലെ ഓടിക്കുക. അങ്ങനെ ഓടിക്കുന്നതല്ല, അത്ര ഭയങ്കര മോശമാണ്. നാട്ടിൽ ഇതിനേക്കാളും മര്യാദയുണ്ട്. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ സ്കന്ദൻബർഗ് സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്കന്ദൻബർഗ് ചത്തുരത്തിൻ്റെ കാഴ്ചകൾ. ഇപ്പോൾ സമയം 5:30. ഇവിടുത്തെ 5:30. യു കെയിൽ ഇപ്പോൾ 6:30 ആയിക്കാണ്. 1 മണിക്കൂർ ഇതുണ്ട്. 4:30 ബാക്കിയല്ലേ? ഓക്കെ, യു കെയിൽ 4:30. പിന്നെ ഇവിടെ ഒരു ജയൻറ്റ് വീൽ കാണുന്നുണ്ട്, ചെറുതാണ്. പിന്നെ അതാണ് സ്കന്ദൻബർഗിൻ്റെ സ്റ്റാച്ചു ആണ്. അവിടെ നിന്ന് റിനോവേഷൻ നടക്കുകയാണെന്ന് തോന്നുന്നു. ഫോട്ടോ മാത്രമേ പുറത്തോട്ട് കാണുന്നുള്ളൂ. അതോ ഒന്ന് നോക്കട്ടെ പോയിട്ട്. പിന്നെ ഇവിടെ മോസ്ക്. പിന്നെ ഇവിടെ ഐ ലവ് ടിരാന. ഇവിടെ ഓപ്പറ ഹൗസ്. അപ്പോൾ ഇതായിരുന്നു സ്കന്ദൻബർഗിൻ്റെ പ്രതിമ. ഇതിൻ്റെ ബാക്കിലായിട്ടുണ്ട്. ഈ നാടിൻ്റെ അൽബേനിയയുടെ ദേശീയ ഹീറോയാണ്, ദേശീയ നേതാവ്, നാഷണൽ ഹീറോ സ്കന്ദൻബർഗിൻ്റെ പ്രതിമ എന്തോ മെയിൻ്റനൻസ് പണിക്ക് അടച്ചിട്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. അതിൻ്റെ ഒരു ഫ്ലെക്സ് അടിച്ച് പുറത്തുണ്ട്. എന്താണെന്ന് എഴുതിയിരിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ഇവരുടെ ലാംഗ്വേജ് ഒന്ന് കണ്ടു നോക്കിയോ. ബഷിക്കായ ടിറാനസ് നിസ് പുനേൻ പെർ വെൻഡോസ്റ്റൻ എ സ്റ്റാച്ചു ജെസ്സേ സ്കന്ദൻബർഗ് നെ പാരീസ്. വല്ല മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് വായിക്കുന്നത് അങ്ങനെ തന്നെയാണെന്നും അറിയില്ല. അതിൻ്റെ തൊട്ടടുത്തായി ജയൻറ്റ് വീല്. നമ്മളതിൻ്റെ ബാക്ക് സൈഡിലോട്ടൊന്ന് വന്ന് നോക്കി. അൽബേനിയയുടെ ഒരു ഫ്ലാഗ് കണ്ടോ? ചുവന്ന ഫ്ലാഗിൽ 2 കഴുകൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ഫോട്ടോയിലെ ആ സ്റ്റാച്ചുവിലെ ആ കുതിരയൊക്കെ ഉണ്ടോ? ഫ്രണ്ടിലെ ഒരു കാല് പൊക്കിയില്ല നിൽക്കുന്നത്. അതിനർത്ഥം ഇദ്ദേഹം യുദ്ധത്തിൽ പരിക്കേറ്റിട്ട് പുറത്ത് വെച്ച് മരിച്ചതാണ്. യുദ്ധത്തിലല്ലേ മരണമടഞ്ഞത്. യുദ്ധത്തിൽ മരണമടഞ്ഞാൽ കുതിരയുടെ ഫ്രണ്ടിലെ 2 കാലും പൊക്കിയായിരിക്കും ഈ സ്റ്റാച്ചു നിൽക്കുന്നത്. 4 കാലും നിലത്ത് കുത്തി നിൽക്കുന്ന കുതിര സാധാരണ മരണം സംഭവിച്ച ആളുടെയാണ്. അതാണ് ഈ കുതിരയുടെ കാലിൻ്റെ അർത്ഥം. ഇതിൻ്റെ പുറകിലായിട്ടൊരു പാർക്കുണ്ട്. റംസാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടാണ് മോസ്കിന് മുന്നിലത്തെ ദീപാലങ്കാരങ്ങൾ. സ്ക്വയറിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇന്റർ കോണ്ടിനെൻ്റൽ ഹോട്ടൽ കാണാം. വെമ്പനൊരു കെട്ടിടമാണ്. മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. നോമ്പ് തുറയ്ക്ക് സമയം ഇവിടെ.
ലോകത്ത് ആദ്യമായിട്ട് മതം നിരോധിച്ച രാജ്യമാണ്. ഈ രാജ്യത്തിനൊരു മതമില്ല. ലോകത്തെ ആദ്യത്തെ മതം നിരോധിച്ച രാജ്യം. പിന്നെ ഇത് അൽബേനിയ എന്ന് പറയുന്നത് മദർ തെരേസയുടെ ജന്മനാടാണ്. നാനാ തെരേസ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് തിരാന എയർപോർട്ടിൻ്റെ പേര്. മദർ തെരേസ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അതിൻ്റെ പേര്. അൽബേനിയയിലുള്ള പേരിൻ്റെ അർത്ഥം കഴുകൻ്റെ നാടെന്നാണ്. കഴുകൻ. ഇതാണ് ഈ സ്ക്വയറിലെ വൈകിട്ടത്തെ കാഴ്ചകൾ. ഞങ്ങൾ വന്ന ആദ്യത്തെ ദിവസം ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ല. ഭയങ്കര മഴയായിരുന്നു. ഇത് സ്ക്വയറിൻ്റെ മറ്റൊരു ഭാഗത്തുള്ളൊരു ഒരു കലാസൃഷ്ടിയാണ്. നഗരഹൃദയത്തിലെ ചതുരത്തിൽ കൂടെ ആൾക്കടയേക്കുന്നത് സ്കന്ദൻബർഗ് സ്ക്വയർ. ഈ സിറ്റിയിലെ ട്രാഫിക്ക് ഭയങ്കര പ്രശ്നം കേട്ടോ. ഭയങ്കര പ്രശ്നം. കാരണം ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ്. ഭയങ്കര റാഷ് ഡ്രൈവിംഗ്. ശീലമില്ലാത്ത ഓടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ആ സ്ക്വയറിൻ്റെ മറ്റൊരു ഭാഗത്തുണ്ടൊരു കെട്ടിടമാണ് ബംഗ ഈ സ്കിപ്രേസ്. ഇതാണ് സ്കിപ്രേസ് എന്നാണ് ഇവരുടെ ഭാഷയിൽ അൽബേനിയക്ക് പറയുന്നത്. അൽബേനിയൻ ബാങ്കാണ്. ബാങ്ക് ഓഫ് അൽബേനിയാണ്. അതിന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ അർത്ഥം കഴുകൻ്റെ നാടെന്നാണ്. പിന്നെ ഇവിടെ അൽബേനിയൻ ഫ്ലാഗും യൂറോപ്യൻ യൂണിയൻ്റെ ഫ്ലാഗും കാണാം പാറി പറക്കുന്നത്. അൽബേനിയ സത്യത്തിൽ യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ല. ഇവർ 2009 ആപ്ലിക്കേഷൻ കൊടുത്താണ് യൂറോപ്യൻ യൂണിയനിൽ അംഗമാകാൻ. പക്ഷേ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അംഗത്വം കിട്ടിയിട്ടുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അംഗത്വം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. എല്ലായിടത്തും അവർ യൂറോപ്യൻ യൂണിയൻ്റെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്തായിട്ട് പാർക്കിംഗ് ആണോ എന്നറിയില്ല. പാർക്കിംഗ് ആയിരിക്കണം. അതെ, പാർക്കിംഗ് ആണ്. പാർക്കിംഗ് തന്നെയാണ്. ഇവിടുത്തെ മറ്റൊരു ഭാഗത്ത് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ളൊരു ചെറിയ പാർക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് വീക്കെൻഡിലേ കാണത്തുള്ളായിരിക്കും. തിരക്കൊന്നും ഇല്ലല്ലോ. പക്ഷെ നല്ല ദീപാലങ്കൃതമായിട്ട് അത് ഒരു സൈഡിലായിട്ടുണ്ട്. ഈ ഭാഗത്ത് കുട്ടികൾ വന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ കറങ്ങി തുടങ്ങിയിട്ടുണ്ടത്. ഒരാളെ ഇപ്പോൾ കയറിയിട്ടുള്ളൂ. അങ്ങോട്ട് ഓടുന്നത് നോക്കി. നോക്കട്ടെ അവരുടെ തന്നെ ആണോ. എന്ത് പറ്റി എടുക്കാഞ്ഞ്? എൻ്റെ സൈസ് ശരിയായില്ല. ഷീൻ്റെ ഷോപ്പിലെത്തിയതായിരുന്നു. പക്ഷേ സൈസിലുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ല. ഇവർ ക്ലോസിങ് ടൈം ആയിരുന്നു. 8 മണിക്ക് അടയ്ക്കും. മുഖമൊക്കെ ഉണ്ടായിരിക്കും. വലിയ സംഭവം ഉണ്ടായിരിക്കും. കുറച്ച് സീറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നല്ല സീറ്റ്സാണ്. കുറച്ച് സീറ്റ്സ് മേടിച്ചുകൊണ്ട് പോകുന്ന കരുതി.
ചിരിക്കോ? എനിക്കെല്ലാം വാങ്ങിക്കണമെന്നാണ്. പറഞ്ഞോ. എനിക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് സ്വീറ്റ്സ് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ഇതും കൂടെ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്.